നമസ്കാരം, ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഒരു ബോട്ടം നാവിഗേഷൻ പ്ലേസ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആപ്ലിക്കേഷനാണ്. ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബോട്ടത്തിലായി നമ്മളൊരു ബോട്ടം നാവിഗേഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ഐറ്റംസ് കാണാം: ഹോം, ഡാഷ്ബോർഡ്, നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രൈമറി ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷനുള്ള പ്രൈമറി ഡെസ്റ്റിനേഷനിലേക്ക് വളരെ ഈസി ആയിട്ട് യൂസറിന് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ബോട്ടം നാവിഗേഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ബോട്ടം നാവിഗേഷൻ വ്യൂ നമ്മുടെ ആപ്ലിക്കേഷനിൽ പ്ലേസ് ചെയ്യുക എന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രൈമറി ഡെസ്റ്റിനേഷൻസ് ഈ ബോട്ടം നാവിഗേഷൻ മെനു ഐറ്റംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുക എന്നതിനെ പറ്റിയെല്ലാം നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പഠിക്കാം. ആദ്യമായി നമുക്കൊരു പുതിയ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ബോട്ടം നാവിഗേഷൻ വ്യൂ എന്നത് ആൻഡ്രോയിഡ് മെറ്റീരിയൽ സപ്പോർട്ട് ലൈബ്രറിയുടെ പാർട്ടായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഈ മെറ്റീരിയൽ ലൈബ്രറി ആഡ് ചെയ്യാൻ ആവശ്യമായ ഡിപ്പെൻഡൻസി നമ്മുടെ മോഡ്യൂൾ ലെവൽ ഗ്രെഡിൽ ഫയലിലേക്ക് ആഡ് ചെയ്യുക എന്നതാണ്. അതിനായി ഗ്രെഡിൽ സ്ക്രിപ്റ്റ്സ് എക്സ്പാൻഡ് ചെയ്യുക. അതിൽ നിന്നും മോഡ്യൂൾ ലെവൽ ഗ്രെഡിൽ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതിലേക്ക് മെറ്റീരിയൽ ഡിസൈൻ സപ്പോർട്ട് ലൈബ്രറി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ മെറ്റീരിയൽ ഡിസൈൻ സപ്പോർട്ട് ലൈബ്രറിക്ക് ആവശ്യമായ ഡിപ്പെൻഡൻസി ഞാനിവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് പ്രോജക്റ്റ് സിങ്ക് ചെയ്യാം. ഇവിടെ പ്രോജക്റ്റ് സിങ്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് ആവശ്യമായ ലേഔട്ട് സെറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ ആക്ടിവിറ്റി main.xml എന്ന XML ഫയൽ ഓപ്പൺ ചെയ്തു. ഇത് ഞാൻ ഈ സ്പ്ലിറ്റ്, അതായത് ഡിസൈനും കോഡിങ്ങും ഒരേ വിൻഡോയിൽ കാണത്തക്ക രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് വ്യൂ നമുക്ക് ആവശ്യമില്ല, നമുക്കത് റിമൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ലേഔട്ടിൻ്റെ റൂട്ട് എലിമെൻ്റ് എന്നത് ഒരു കൺസ്ട്രെയിൻഡ് ലേഔട്ടാണ്. ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാനതൊരു റിലേറ്റീവ് ലേഔട്ടായിട്ട് ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് വ്യൂ എലിമെൻറ്റും റൂട്ട് എലിമെൻ്റായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഒരു കൺവീനിയൻറ്റിന് വേണ്ടി മാത്രമാണ് റിലേറ്റീവ് ലേഔട്ടായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബോട്ടം നാവിഗേഷൻ വ്യൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രൈമറി ഡെസ്റ്റിനേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രൈമറി ഡെസ്റ്റിനേഷൻസ് ചേഞ്ച് ചെയ്യാനായി ഞാനിവിടെ ഫ്രാഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രാഗ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രൈമറി ഡെസ്റ്റിനേഷൻസ് ഞാൻ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാഗ്മെൻറ്റ്സിനെ സ്വിച്ച് ചെയ്യാനായി ഞാനൊരു ഫ്രാഗ്മെൻറ്റ് കണ്ടെയ്നർ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ഫ്രെയിം ലേഔട്ട് ആഡ് ചെയ്യുകയാണ്. വിഡ്ത്ത് മച്ച് പേരൻ്റ് ആയിട്ട് കൊടുത്തു, ഹൈറ്റും മച്ച് പേരൻ്റ് ആയിട്ട് കൊടുത്തു. അതുപോലെ നമുക്ക് ഇതിന് ഒരു ID സെറ്റ് ചെയ്യാം. ഞാൻ ID ഫ്രാഗ്മെൻറ്റ് കണ്ടെയ്നർ എന്ന് സെറ്റ് ചെയ്തു. അടുത്തതായി നമുക്ക് നമ്മുടെ ബോട്ടം നാവിഗേഷൻ വ്യൂ ആഡ് ചെയ്യാം. ഞാനിവിടെ ബോട്ടം നാവിഗേഷൻ വ്യൂ ആഡ് ചെയ്തു. വിഡ്ത്ത് മാച്ച് പേരൻ്റ് ആക്കി, ഹൈറ്റ് റാപ്പ് കണ്ടൻ്റ് ആക്കി. ഇപ്പോൾ ഇവിടെ ബോട്ടം നാവിഗേഷൻ വ്യൂ ടോപ്പിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് നമ്മുടെ ലേഔട്ടിൻ്റെ ബോട്ടത്തിലായിട്ട് പ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി ലേഔട്ട് പേരൻറ്റ് ബോട്ടം ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അത് ട്രൂ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ബോട്ടത്തിലായിട്ട് സെറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തതായി നമുക്ക് ഇതിനൊരു ID സെറ്റ് ചെയ്യാം. അതിനകത്ത് ബോട്ടം നാവ് എന്ന് പ്ലേസ് ചെയ്തു. അടുത്തതായി ഫ്രെയിം ലേഔട്ട് നമുക്ക് നമ്മുടെ ബോട്ടം നാവിഗേഷൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി ആൻഡ്രോയിഡ് ലേഔട്ട് എബവ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. നമുക്കത് ബോട്ടം നാവിഗേഷൻ എന്ന ആ ഒരു വ്യൂ കമ്പോണൻ്റ് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമായ ബേസിക് കമ്പോണൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു. നമ്മളൊരു ഫ്രെയിം ലേഔട്ട് ആഡ് ചെയ്തു. അത് ഫ്രാഗ്മെൻറ്റ്സ് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ബോട്ടം നാവിഗേഷൻ വ്യൂ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഈ ബോട്ടം നാവിഗേഷൻ വ്യൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ആൻഡ്രോയിഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്താൽ മതിയാവും. സാധാരണയായി കളർ പ്രൈമറിയാണ് നമ്മൾ അതിൻ്റെ ബോട്ടം നാവിഗേഷൻ്റെ കളറായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. അത് ഡിസൈൻ ഡിഫോൾട്ട് കളർ പ്രൈമറി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
പക്ഷേ ഇവിടെയും ഞാൻ ഒരു വൈറ്റ് കളർ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബോട്ടം നാവിഗേഷൻ ആവശ്യമായ ഒരു വൈറ്റ് കളർ ഞാൻ സെറ്റ് ചെയ്തു. അടുത്തതായി നമുക്ക് മെനു ഐറ്റംസ്, ഒരു മെനു ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യണം. ആ മെനുവിലെ ഓരോ ഐറ്റത്തിനും ഒരു ഐക്കൺ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. മെനു എങ്ങനെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നമുക്ക് XML ഫയൽ വഴിയാണ് ആൻഡ്രോയിഡിൽ മെനു ആഡ് ചെയ്യുന്നത്. ഇവിടെയും സെയിം തിങ് ആണ്. നമ്മൾ മെനു ആഡ് ചെയ്യുന്നത് ഒരു XML റിസോഴ്സ് ഫയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായ, അല്ലെങ്കിൽ ഈ ബോട്ടം നാവിഗേഷൻ ബാറിന് ആവശ്യമായ ഐക്കൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് ഇതെല്ലാം ക്ലോസ് ചെയ്യാം. ആദ്യമായി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായ ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ആപ്പ് ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും ഇമേജ് അസറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ആക്ഷൻ ബാർ ടാബ് ഐക്കൺ സെലക്ട് ചെയ്താൽ മതിയാവും. അതിൽ നിന്നും ക്ലിപ്പ് ആർട്ട് എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ 3 ഐറ്റംസ് ആണ് ആഡ് ചെയ്യുന്നത്. ആദ്യമായി ഞാനൊരു ഹോം ഐക്കൺ സെലക്ട് ചെയ്തു. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട, നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്യാം. അതിൻ്റെ നെയിമായിട്ട് ഞാൻ IC ആക്ഷൻ ഹോം എന്ന് സ്പെസിഫൈ ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഫിനിഷ് ചെയ്യാം. നമുക്ക് ആവശ്യമായ ആദ്യ ഐക്കൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് രണ്ടാമത്തെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും ക്ലിപ്പ് ആർട്ട് ആഡ് ചെയ്യാം. ഡാഷ്ബോർഡ് സെലക്ട് ചെയ്തു. IC ആക്ഷൻ ഡാഷ്ബോർഡ് എന്ന് ഞാൻ ഐക്കണിന് നെയിം ചെയ്തു. നമുക്ക് ഒരു ഐക്കൺ കൂടി ആഡ് ചെയ്യാം. ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻസിന് ആവശ്യമായ ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ നെയിം ഞാൻ IC ആക്ഷൻ നോട്ടിഫിക്കേഷൻസ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഫിനിഷ് ചെയ്യാം. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായ ഐക്കൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം നാവിഗേഷൻ ആവശ്യമായ മെനു ക്രിയേറ്റ് ചെയ്യാം. അതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആപ്പ് ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആൻഡ്രോയിഡ് റിസോഴ്സ് ഫയൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഫയൽ നെയിം കൊടുക്കുക. അതിന് ഞാൻ ബോട്ടം നാവിഗേഷൻ മെനു എന്ന് നെയിം ചെയ്തു. ഈ റിസോഴ്സ് ടൈപ്പ് വാല്യൂസ് ആണ്, അത് ചേഞ്ച് ചെയ്യുക. അത് മെനു ആക്കി ചേഞ്ച് ചെയ്യുക. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പുതിയ മെനു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ഫയൽ കാണാൻ സാധിക്കും. ഇതിനകത്തേക്ക് നമുക്കിനി മെനു ഐറ്റംസ് ആഡ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ ഈ ലേഔട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഡിസൈനും അതുപോലെ തന്നെ കോഡിങ്ങുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യത്തെ ഐറ്റം ആഡ് ചെയ്യാം. ആദ്യമായി ഈ ഐറ്റത്തിന് ആവശ്യമായ ID സ്പെസിഫൈ ചെയ്യാം. ഞാനത് ഹോം എന്ന് സ്പെസിഫൈ ചെയ്തു. അതിനാവശ്യമായ ടൈറ്റിൽ സ്പെസിഫൈ ചെയ്യാം. ടൈറ്റിൽ ഞാൻ ഹോം എന്ന് സ്പെസിഫൈ ചെയ്തു. അവസാനമായി നമുക്ക് ഇതിന് ആവശ്യമായ ഐക്കൺ സ്പെസിഫൈ ചെയ്യാം. ഐക്കൺ ഡ്രോയബിൾ ഫോൾഡറിൽ നിന്നും IC ആക്ഷൻ ഹോം സെലക്ട് ചെയ്യാം. അടുത്ത ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ അതിന് ചേഞ്ച് ചെയ്തു, നാവിഗേഷൻ ഡാഷ്ബോർഡ്. അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ അതിനാവശ്യമായ ഐക്കൺ ചേഞ്ച് ചെയ്യാം. ഡാഷ്ബോർഡ്. മൂന്നാമതായി ഒരു ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്യാം. നാവിഗേഷൻ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യാം. നോട്ടിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ നാവിഗേഷൻ മെനുവിന് ആവശ്യമായ 3 ഐറ്റംസ് നമ്മൾ ഈ ഒരു മെനു റിസോഴ്സ് ഫയലിൽ അറ്റാച്ച് ചെയ്തു. നമുക്ക് ഈ മെനുവിനെ നമ്മുടെ ബോട്ടം നാവിഗേഷനിനകത്തേക്ക് പ്ലേസ് ചെയ്യാം. അതിനായി ലേഔട്ട് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആക്ടിവിറ്റി main.xml ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ ബോട്ടം നാവിഗേഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ മെനു ആഡ് ചെയ്യാം. മെനു ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റൂട്ട് ഐറ്റത്തിലുള്ള ആപ്പ് എന്ന ആ ഒരു XML നെയിം സ്പേസ് യൂസ് ചെയ്യാം.
അതിൽ നിന്ന് മെനു എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ബോട്ടം നാവിഗേഷൻ മെനു സെലക്ട് ചെയ്യാം. നമ്മൾ ആ മെനു നമ്മളിവിടെ സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ആ എക്സാമ്പിൾ ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. ഞാൻ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ബോട്ടത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ 3 ഐറ്റംസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടം നാവിഗേഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷനകത്തെ പ്രൈമറി ഡെസ്റ്റിനേഷനെ സ്വിച്ച് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. അപ്പോൾ പ്രൈമറി ഡെസ്റ്റിനേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ആപ്ലിക്കേഷനകത്തേക്ക് 3 ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുകയാണ്. ആ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫ്രാഗ്മെൻറ്റ് സെലക്ട് ചെയ്തു, ബ്ലാങ്ക് ഫ്രാഗ്മെൻറ്റ് സെലക്ട് ചെയ്തു. ആദ്യത്തെ ഫ്രാഗ്മെൻറ്റിന് ഹോം ഫ്രാഗ്മെൻറ്റ് എന്ന് നെയിം ചെയ്തു, ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ലേഔട്ടിനകത്ത് ചെറിയ ചേഞ്ച് വരുത്താം. ലേഔട്ടിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ അവൈലബിൾ ആണ്. അതിലെ ആ ഒരു ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. അത് ഹോം ഫ്രാഗ്മെൻറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഇതിന് ആവശ്യമായ ഒരു ഗ്രാവിറ്റി സ്പെസിഫൈ ചെയ്യാം. സെൻറ്റർ, ടെക്സ്റ്റ് സ്റ്റൈൽ ബോൾഡ് ആക്കി, ടെക്സ്റ്റ് സൈസ് എന്ന ഒരു 22 SP സ്പെസിഫൈ ചെയ്തു. നമുക്ക് മറ്റൊരു ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഡാഷ്ബോർഡ് ഫ്രാഗ്മെൻറ്റ്. നേരത്തെ ചെയ്ത ആ ഫ്രാഗ്മെൻറ്റിൻ്റെ ലേഔട്ട് കോപ്പി ചെയ്യാം. പുതുതായി ക്രിയേറ്റ് ചെയ്ത ഫ്രാഗ്മെൻറ്റിൻ്റെ ലേഔട്ടിനകത്തേക്ക് അത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫ്രാഗ്മെൻറ്റിൻ്റെ നെയിം ഡാഷ്ബോർഡ് ഫ്രാഗ്മെൻറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. വീണ്ടും പുതിയ ഒരു ഫ്രാഗ്മെൻറ്റും കൂടി ക്രിയേറ്റ് ചെയ്യാം. അവസാന ഫ്രാഗ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഫ്രാഗ്മെൻറ്റ്. ഇവിടെ നമുക്ക് ലേഔട്ട് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് വ്യൂ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഫ്രാഗ്മെൻറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ 3 ഫ്രാഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ബോട്ടം നാവിഗേഷൻ മെനു ഉപയോഗിച്ചിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സിനെ സൈപ്പ് ചെയ്യുകയാണ്. അതിനുവേണ്ടി മെയിൻ ആക്ടിവിറ്റി ക്ലാസ് ഫയൽ ഓപ്പൺ ചെയ്യുക. ആദ്യമായി നമുക്ക് ആ ബോട്ടം നാവിഗേഷൻ വ്യൂവിന് ആവശ്യമായ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അത് ഇനിഷ്യലൈസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഇംപ്ലിമെൻറ്റ്സ് ഓൺ ഇൻ്റർഫേസിൻ്റെ നെയിം ഓൺ നാവിഗേഷൻ ഐറ്റം സെലക്റ്റഡ് ലിസണർ ആണ്. ഇംപ്ലിമെൻറ്റ്സ് ഓൺ നാവിഗേഷൻ ഐറ്റം സെലക്റ്റഡ് ലിസണർ. അതുപോലെ തന്നെ അതിലാവശ്യമായ മെത്തേഡ് ഓവർറൈഡ് ചെയ്യാം. ഇവിടെ ഓൺ നാവിഗേഷൻ ഐറ്റം സെലക്റ്റഡ് എന്ന ആ ഒരു മെത്തേഡ് നമുക്ക് ഓവർറൈഡ് ചെയ്യാം. ഇനി ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഫ്രാഗ്മെൻറ്റ്സിന് ലോഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു മറ്റൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഒരു ബൂളിയൻ വാല്യൂ ആണ്. ലോഡ് ഫ്രാഗ്മെൻറ്റ്സ്.
ഈ ഒരു മെത്തേഡിന് ഒരു പാരാമീറ്റർ ഉണ്ട്, അത് ഫ്രാഗ്മെൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ഫ്രാഗ്മെൻറ്റ് ഈസ് നൾ, ആ കേസിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നിന്നും ഫോൾസ് അങ്ങ് റിട്ടേൺ ചെയ്യുകയാണ്. അതല്ല, ഫ്രാഗ്മെൻറ്റ് നല്ലല്ല എങ്കിൽ നമുക്ക് ആ ഫ്രാഗ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി സപ്പോർട്ട് ഫ്രാഗ്മെൻറ്റ് മാനേജർ ഗെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഗെറ്റ് സപ്പോർട്ട് ഫ്രാഗ്മെൻറ്റ് മാനേജർ മെത്തേഡ് കോൾ ചെയ്യുക. ബിഗിൻ ട്രാൻസാക്ഷൻ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുകയാണ്, അതുകൊണ്ട് റീപ്ലേസ് എന്ന മെത്തേഡ് കോൾ ചെയ്യാം. ആദ്യമായി ആ ഫ്രാഗ്മെൻറ്റിൻ്റെ എവിടേക്കാണോ കണ്ടെയ്നർ ഐ ഡി സ്പെസിഫൈ ചെയ്യാം, r.id ഫ്രാഗ്മെൻറ്റ് കണ്ടെയ്നർ. രണ്ടാമത്തെ പാരാമീറ്റർ ആ ഫ്രാഗ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് നമ്മളുടെ പാരാമീറ്റർ ആയിട്ടുണ്ട്. അവസാനമായി നമുക്കിത് കമ്മിറ്റ് ചെയ്യാം, ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടുന്ന് ട്രൂ റിട്ടേൺ ചെയ്യുകയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രാഗ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഹോം നാവിഗേഷൻ ഐറ്റം സെലക്റ്റഡ് എന്ന ഈ മെത്തേഡിൽ നിന്നും യൂസർ സെലക്ട് ചെയ്ത മെനു ഐറ്റത്തിനനുസരിച്ചുള്ള ഫ്രാഗ്മെൻറ്റ്സ് ലോഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രാഗ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നല്ലതായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. യൂസർ ഏത് ഐറ്റമാണ് സെലക്ട് ചെയ്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്വിച്ച് കേസ് യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ ഐ ഡി ഗെറ്റ് ചെയ്തു. നമുക്ക് ഓരോ കേസായിട്ട് ചെക്ക് ചെയ്യാം. r.id nav ഹോം ആണെങ്കിൽ ഫ്രാഗ്മെൻറ്റിനെ ന്യൂ ഹോം ഫ്രാഗ്മെൻ്റായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. മറ്റ് കേസസ് ആഡ് ചെയ്യാം. മൂന്ന് കേസാണ് നമുക്കുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ ഡാഷ്ബോർഡ് ആണെങ്കിൽ നമുക്കിവിടെ ഡാഷ്ബോർഡ് ഫ്രാഗ്മെൻറ്റ് ലോഡ് ചെയ്യാം. മൂന്നാമത്തെ കേസ് നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഫ്രാഗ്മെൻറ്റ് ലോഡ് ചെയ്യാം. അവസാനം ഈ ഒരു മെത്തേഡിൽ നിന്ന് നമുക്കൊരു ബൂളിയൻ റിട്ടേൺ ചെയ്യണം. നമ്മളിവിടെ സിമ്പിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഡ് ഫ്രാഗ്മെൻറ്റ് എന്ന മെത്തേഡിനെ കോൾ ചെയ്യുകയാണ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഓൾറെഡി ഒരു ബൂളിയനാണ്. അപ്പോൾ ലോഡ് ഫ്രാഗ്മെൻറ്റ്സ്, അതിനകത്തേക്ക് നമുക്ക് ആ ഫ്രാഗ്മെൻറ്റ് ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺ ക്രിയേറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ആദ്യത്തെ ഐറ്റം ആയിരിക്കും സെലക്ട് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആദ്യത്തെ ഐറ്റം സെലക്ട് ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹോം ഫ്രാഗ്മെൻറ്റ് ലോഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഓൺ ക്രിയേറ്റ് മെത്തേഡിൽ നിന്നും ഞാൻ ആ ലോഡ് ഫ്രാഗ്മെൻറ്റ് എന്ന മെത്തേഡ് കോൾ ചെയ്യുകയാണ്. അതിനകത്തേക്ക് നമ്മുടെ ഹോം ഫ്രാഗ്മെൻറ്റ് ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്തു. നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒന്നുകൂടി റൺ ചെയ്യാം. ഇതെന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മളൊരു സെമിക്കോളൻ മിസ് ചെയ്തു. നമുക്കൊന്നുകൂടി റൺ ചെയ്യാം. പ്രോജക്റ്റ് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഹോം ഫ്രാഗ്മെൻറ്റ് ലോഡായിട്ടുണ്ട്. ഞാൻ ഡാഷ്ബോർഡിനകത്തേക്ക് മൂവ് ചെയ്തു. ഇത് സ്വൈപ്പ് ആവുന്നില്ല, ചെക്ക് ചെയ്യാം. ലോഗ് ഫ്രാഗ്മെൻറ്റ്, നമ്മളിവിടെ ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മളിവിടെ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, പക്ഷേ ആ ഇൻ്റർഫേസിനകത്തേക്ക് നമ്മുടെ ബോട്ടം നാവിഗേഷൻ വ്യൂവിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഇഷ്യൂ വന്നത്. അപ്പം ബോട്ടം നാവിഗേഷൻ വ്യൂ ഡോട്ട് സെറ്റ് ഓൺ നാവിഗേഷൻ ഐറ്റം സെലക്ടഡ് ലിസ്ണർ ഇൻ ടു ദിസ്, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മിസ് ചെയ്തു. ഒന്നും കൂടി റൺ ചെയ്യാം.
ഞാൻ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഡാഷ്ബോർഡ് ഫ്രാഗ്മെൻറ്റ് സെലക്ട് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തു. നോട്ടിഫിക്കേഷൻ ഫ്രാഗ്മെൻറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. ഹോം ഫ്രാഗ്മെൻറ്റ് സെലക്ട് ചെയ്തു. വീണ്ടും ഹോം ഫ്രാഗ്മെൻറ്റിലേക്ക് അത് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോട്ടം നാവിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷനകത്തെ മെയിൻ പ്രൈമറി ഡെസ്റ്റിനേഷനകത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ബോട്ടം നാവിഗേഷൻ വ്യൂ യൂസ് ചെയ്യുക എന്നതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.